നിലവിൽ ഇന്ത്യ റഷ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സാങ്കേതിക പങ്കാളിത്തത്തിൽ കുറവ് വന്നിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതിയുടെ പങ്ക് 2009-ൽ 76%. 2023-ൽ ഇത് 36%-ആയി കുറഞ്ഞു. ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ഈ ഇടിവുണ്ടായത്. 2018-നും 2022-നും ഇടയിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ 29%-വും ഫ്രാൻസിന്റേതാണ്. അതോടെ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരായി ഫ്രാൻസ് മാറി. ഹിമാലയത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ചൈനയുടെ ഭീഷണി ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ തന്ത്രപരമായ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനശേഷി വികസിപ്പിക്കുന്നതിലാണ് രാജ്യം ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധവും റഷ്യയിൽ നിന്നുള്ള ആയുധം ഇറക്കുമതിയെ ബാധിച്ചിട്ടുണ്ട്. റഷ്യ സ്വന്തം ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അതിനാൽ S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഡെലിവറിയിലും നിലവിലുള്ള റഷ്യൻ ആയുധ സംവിധാനങ്ങളുടെ സ്പെയറുകൾ ലഭിക്കുന്നതിനും കാലതാമസവും നേരിടുന്നുണ്ട്. ഈ വെല്ലുവിളികൾക്കിടയിലും പ്രതിരോധ സുരക്ഷാ സഹകരണ മേഖലകളിൽ ഉൾപ്പെടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യയും റഷ്യയും ശ്രമിക്കുന്നുണ്ട്. 2022-ൽ പാശ്ചാത്യ ഉപരോധം മൂലം ഇന്ത്യയുടെ ടെക് ഭീമനായ ഇൻഫോസിസിന് റഷ്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. ടാറ്റ ഗ്രൂപ്പും L&Tയും പോലുള്ള പ്രമുഖ കമ്പനികൾക്കും അവരുടെ ജോലി പരിമിതപ്പെടുത്തേണ്ടി വന്നു. 2024-ൽ ഉപരോധങ്ങളുടെ ശക്തി വർദ്ധിച്ചു. റഷ്യ-ചൈന ബന്ധം മെച്ചപ്പെടുന്നതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. 2020-കളിൽ ചൈന റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറി. നാവിക അഭ്യാസങ്ങൾ, സംയുക്ത അഭ്യാസങ്ങൾ എന്നിവയിലൂടെ സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കൂടാതെ റഷ്യയിൽ നിന്ന് S-400 മിസൈൽ സംവിധാനങ്ങളും സുഖോയ് 35 യുദ്ധവിമാനങ്ങളും ചൈന വാങ്ങിയിരുന്നു. ഇത് റഷ്യയുമായുള്ള ബന്ധത്തെ ബാധിക്കില്ലെന്ന് ഇന്ത്യക്ക് ഉറപ്പുണ്ടെങ്കിലും റഷ്യ-ചൈന ബന്ധം ഇന്ത്യ-റഷ്യ പ്രതിരോധ സഹകരണത്തിന് പ്രതിബന്ധമാകുമോ എന്ന ആശങ്ക ഇന്ത്യയിലെ നയരൂപീകരണ വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ സായുധ സേന ഇപ്പോഴും റഷ്യയുടെ സൈനിക പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നുണ്ട്. അടുത്തിടെ 6000 കിലോമീറ്റർ പരിധിയുള്ള റഷ്യയുടെ മുന്നറിയിപ്പ് റഡാർ സംവിധാനമായ വൊറോനിഷ് $4 ബില്യൺ വാങ്ങാൻ ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വൊറോനിഷ് റഡാറുകൾ വാങ്ങാനുള്ള സുപ്രധാന കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കുന്നതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. റഷ്യയിലെ അൽമാസ് ആൻഡ് കോർപ്പറേഷൻ നിർമ്മിച്ച വൊറോനിഷ് റഡാർ സംവിധാനത്തിന് ഒരേ സമയം 500-ലധികം വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വിക്ഷേപണമോ ആക്രമണമോ ഉണ്ടായാൽ അത് വൊറോനിഷ് റഡാർ കണ്ടെത്തും. ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണ ഭീഷണി പരിശോധിച്ച് മുന്നറിയിപ്പുകൾ നൽകുകയാണ് ഈ റഡാർ സംവിധാനങ്ങളുടെ പ്രധാന ജോലി. ഭൗമ ബഹിരാകാശ വസ്തുക്കളും അവശിഷ്ടങ്ങളും നിരീക്ഷിച്ച് കണ്ടെത്താനുള്ള റഡാറിന്റെ കഴിവ് ISROയ്ക്കും ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ISRO തയ്യാറാക്കുന്ന സുപ്രധാന ബഹിരാകാശ പദ്ധതിയിലുൾപ്പെടെ നിർണായക പങ്കുവഹിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞേക്കും. 2030-ഓടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യം. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ തന്നെ റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.